ഹലോ ഗായ്സ്, എല്ലാ ചങ്ക് സബ്സ്ക്രൈബേഴ്സർക്കും ഈ ന്യൂസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സാപ്പിൻ്റെ പുതിയൊരു ബീറ്റ വെർഷനാണ്. ഇപ്പോൾ ബീറ്റ വെർഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം വാട്സാപ്പിൽ പുതിയതായിട്ടൊരു ഫീച്ചർ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഡിവൈസ് ലോഗിൻ. അപ്പം അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടി ഡിവൈസ് ബീറ്റ കണ്ടോ. അപ്പം ലിങ്ക് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പോലെ വാട്സപ്പ് വരും. ഇപ്പം മൾട്ടി ഡിവൈസ് സെറ്റാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പം നമുക്ക് നെറ്റ് ഇപ്പോൾ നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയാളുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസും മറ്റതും എല്ലാം കാണാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ അയാൾ നെറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളെ വിക്ടിം നെറ്റ് ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അയാളുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസും അയാൾ എന്ത് മെസ്സേജ് അയക്കുന്നതൊക്കെ കാണാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ലിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ പിന്നൊന്ന് ചോദിക്കും. ഇതിപ്പോൾ വിക്ടിമിൻ്റെ ഫോണാണ്, അപ്പം അയാളുടെ പിന്ന് ചോദിക്കും. ഇപ്പം ഞാൻ എൻ്റെ വേറെ ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിൽ തന്നെ കാണിച്ചു തരാം. അതിന് ശേഷം ഇവിടെ ഞാൻ എൻ്റെ ഫോണിലെ പിൻ അടിച്ചു കൊടുക്കുകയാണ്. എൻ്റർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ QR കോഡ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കമ്പ്യൂട്ടറിൽ QR കോഡ് കാണിച്ചിട്ടുണ്ട്. അപ്പം കമ്പ്യൂട്ടർ ലോഡിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ലോഗിൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ അവിടെ ഡൗൺലോഡിങ് മെസ്സേജ് കാണാൻ കഴിയും. നമ്മൾ സാധാരണ വാട്സാപ്പിൽ പോലെ വരുന്ന പോലത്തെ മെസ്സേജ് അല്ല, ഒരു വേറെ തരത്തിലുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് നെറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരും. ഓക്കെ, വെയിറ്റിംഗിലാണ്. ഇനി മുതൽ അതുകൊണ്ട് വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ വിടാതിരിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വാട്സാപ്പിൻ്റെ സൈഡിൽ കിടക്കുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് ഡിവൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ എൻ്റെ ഒന്ന് ക്രോമും 2 ക്രോം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗൗട്ട് ചെയ്യാനും കഴിയും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ വാട്സാപ്പ് ഇവിടെ ഞാൻ നെറ്റ് ഓഫ് ചെയ്യുകയാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാൻ നെറ്റ് ഓഫ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ വാട്സാപ്പ് ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾഡ് വെർഷനിൽ ഇതേപോലെ ഒരിക്കലും നമ്മുടെ വാട്സാപ്പ് നെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യത്തില്ല. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ വാട്സാപ്പ് നമ്മളെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്കിവിടെ മെസ്സേജ് അയക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണാൻ പറ്റുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഒരു സ്റ്റാറ്റസ് ഇവിടെ സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കെമിസ്ട്രി സാർ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റാറ്റസ് വർക്കിംഗ് ആണ്. അപ്പം ഞാനിവിടെ എൻ്റെ മൊബൈലിൽ നെറ്റ് ഓൺ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ വാട്സാപ്പിൻ്റെ മെസ്സേജാണ്. അപ്പോൾ ഇത് 4 ഡിവൈസുകളിൽ തന്നെ സെയിം ടൈമിൽ യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ മൊബൈലിൽ നമുക്ക് നെറ്റ്വർക്ക് ആവശ്യമില്ല. നേരത്തെ വെർഷനിലാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ നെറ്റ് ഇട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാട്സാപ്പിന് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് വൺസ് മോർ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ വാട്സാപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. വെബ് നമ്മളിപ്പം ടെലിഗ്രാം ടൈപ്പ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് നോട്ട് പ്രോബ്ലം. വെബ് അപ്പം ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സാപ്പിൻ്റെ വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എൻ്റെ ഫോണിലിപ്പോൾ നെറ്റ്വർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. യെസ്, ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ ബാറിൽ നോക്കിയാൽ മതി. ഞാൻ നെറ്റ്വർക്ക് കിട്ടിയിട്ടില്ല. വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇവിടെ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇപ്പം ഞങ്ങൾ നെറ്റ്വർക്ക് കിട്ടിയിട്ടില്ല. കൊള്ളാം. ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഓപ്പണായി വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ഹാക്ക് ചെയ്യപ്പെടേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ വാട്സാപ്പ് ഒരിക്കൽ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ എൻ്റെ 2 ഡിവൈസ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഡിവൈസും ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ നെറ്റ്വർക്ക് കിട്ടുന്നു. നെറ്റ്വർക്ക് കണക്റ്റഡ്. ഇപ്പോൾ നെറ്റ്വർക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗൗട്ട്. അങ്ങനെ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ചോർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പ് വെബ് വേറൊരാളുടെ ഫോണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരുടെയും ഫോണും ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഇരിക്കുക. അതിനുവേണ്ടി ഇവിടെ ഒരു മൾട്ടി ഡിവൈസ് ബീറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ ഗായ്സ്.